ഇത് ഒരു ട്രിമ്മറാണ്. ഈ ട്രിമ്മറിന്റെ അകത്ത് എങ്ങനെ വള്ളി ഇടുന്നു ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് മെഷീൻ മേടിച്ചപ്പോൾ കിട്ടിയൊരു ട്രിമ്മറാണ്. ട്രിമ്മർ പല രീതിയിലുള്ള ട്രിമ്മറുണ്ട്. അപ്പൊ അതിലൊരു ട്രിമ്മറാണ് ഇത്. കുറച്ചുകൂടെ നമ്മുടെ സാധാരണ തോതിൽ ഇവിടെയാണ് ട്രിമ്മറിന്റെ ലോക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തേഞ്ഞു തീരുന്നു, പെട്ടെന്ന് തേഞ്ഞു തീരും. അത് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ഇതിന്റെ ലോക്ക് ഇവിടെയാണ്. ഇതുണ്ടോ, ഇവിടെയാണ്. മാത്രമല്ല പെട്ടെന്ന് ഇത് നമ്മൾ അകത്തോട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തെറിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇതിങ്ങനെ നമ്മൾ സാധാ ഊരുന്നാല് ഇതിങ്ങനെ ഞെക്കിപ്പിടിക്കുക. ഇതാ ഞെക്കി പിടിച്ചിട്ട് മുകളിലോട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ഇങ്ങനെ ഊരി കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ അകത്തെ ട്രിമ്മറിനെ ഇടുന്ന ഇതിങ്ങനെയാണ്. സാധാരണ തോതിൽ ഇപ്പൊ ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. ഇതാണ് ഇതിങ്ങനെ ഇതിനകത്തുള്ള സ്പ്രിംഗ് ഉണ്ട്. അതിങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ ആക്ഷൻ ആയി വരും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വള്ളി ഇറങ്ങി വരാൻ വേണ്ടി തന്നെയാണ്. ചില ആൾക്കാർ വലിച്ചിരുന്നതാണ്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് തന്നെ വരും. അപ്പൊ അതിനു വേണ്ടിയാണ്. അപ്പൊ ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ വിപണിയിൽ പലതരം വള്ളി കിട്ടുന്നുണ്ട്. അതില് ഇത് ഇപ്പോൾ കമ്പി അടക്കമുള്ള ഒരു വള്ളിയാണ്. ഇത് നമുക്ക് കാണാൻ കമ്പി അടക്കമുള്ള വള്ളിയാണ്. അപ്പൊ നമുക്ക് ഈ വള്ളി എടുക്കുമ്പോൾ നീട്ടമുള്ളൊരു വള്ളിയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്ര നീട്ടത്തിൽ എടുക്കാൻ പറ്റുമോ അത്രയും നീട്ടത്തിൽ എടുക്കുന്നത് നല്ലത്. അല്ലെ നമുക്ക് കൂടുതൽ മുറിവള്ളികൾ വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാറി അളന്നെടുക്കുന്നു. ഒരു പ്രാവശ്യം അളന്നെടുക്കുമ്പോൾ അറിയാം ഇത് ഏകദേശം 2-2.5 ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഒരേപോലെ നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിന്റെ അളവ് ഇതുപോലെ ഒരേപോലെ എടുക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മുറിച്ച് കളഞ്ഞിരും. അപ്പൊ നമ്മൾ ഏകദേശം നമുക്ക് ഇതുപോലെ ഒരു 4 ഇഞ്ചെങ്കിലും കൂട്ടി വേണം എടുക്കാൻ. അത് ഓരോ ട്രിമ്മറിന്റെ അനുസരിച്ച് ഒരു 4 ഇഞ്ചെങ്കിലും കൂട്ടി വേണം വള്ളി എടുക്കാൻ. എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ നമ്മൾ മടക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യാവുന്നത്, ഇവിടെ ചിലരുടെ അകത്ത് ഇങ്ങനെ ആരോ കാണും. നമ്മൾ ആരോ ഒന്നും ഇല്ലാത്ത ട്രിമ്മറുണ്ട്, ആരോ ഉള്ള ട്രിമ്മറുണ്ട്. എന്തായാലും ഇവിടെ ഒരു ലോക്ക് വഴി കൊളുത്തുണ്ട്. ഇത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല. കേട്ടോ, ഇത് പിടിക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ ലോക്കിൽ തന്നെ നമുക്കിത് ഉറപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ പിടിച്ച് ചുറ്റുമാണ്. ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ചുറ്റാം. ചില ആൾക്കാർ ഇതാ ഓരോന്നോരം എടുത്ത് ചുറ്റും. അതിന്റെ ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചുറ്റുന്നു. ഇത് കമ്പി പോലുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ തെളിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് നല്ല സാധാ വള്ളിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചൂന്ന് ചുറ്റിപ്പാം. ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. നമ്മളൊരു മീഡിയം ഇടണം, എന്നാലും തീരെ കുറയ്ക്കാനും പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതാ ഒരെണ്ണം കൂടുതലുമുണ്ട്, ഒരെണ്ണം കുറവുണ്ട്. കേട്ടോ, കൂടുതലുള്ളത് നമ്മൾ തന്നെ ചെയ്യണം, കുറച്ചുകൂടെ മുമ്പോട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് കാണാം. ഇതാ ഇവിടെയാണ് ലോക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇതാ ഇവിടെ ലോക്കിംഗ് സംവിധാനമുണ്ട്. അപ്പൊ ഇവിടെ ഒന്നിട്ടു, ഇതാ ഇവിടെ ഒന്നിട്ടു, നമ്മൾ നേരെ ഇതാ ഇവിടെ ഒന്ന് വെച്ച് ഇവിടെ ഇട്ടു. ഇപ്പൊ ഈ ട്രിമ്മറിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ആർക്കും എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഇച്ചിരി സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ലായിരിക്കും. ചിലപ്പോൾ ഇതിന് കാത് ചിലപ്പോൾ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. കാത് അപ്പൊ ഈ സൂപ്പർ ഗ്ലൂ ഇവിടെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ കാത് നമ്മൾ എപ്പോഴും മേടിച്ചോടിക്കണം. അപ്പൊ ഇവിടെ ഒരു സൂപ്പർ ഗ്ലൂ നമ്മൾ കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ സൂപ്പർ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ല വള്ളി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ വള്ളിയിൽ അവിടെ കൂടി പിടിച്ചിട്ട് പിന്നെ നമുക്ക് സെറ്റായിരിക്കും. അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇത് എളുപ്പമാണ്, സാധാരണ തൊഴിലല്ല. ഇതിന്റെ സ്പ്രിംഗ് അകത്തായതുകൊണ്ട് എളുപ്പമാണ്. ഇത് ചുമ്മാ ഏത് കൊച്ചു കുഞ്ഞിനും ഇങ്ങനെ തിരിച്ചിട്ട് വലിച്ചിടാത്തക്ക രീതിയിലാണ് ഈ ട്രിമ്മറിന്റെ നിർമ്മാണം. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടി നേരത്തെ ഇടുന്ന പോലെ വെറുതെ ഇട്ടാൽ മതി. അതായത് ഇവിടെ ഒരു കൊളുത്തുണ്ട്, ഇവിടെ 2 കിഴുത്തയുണ്ട്. ഈ കിഴുത്തേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചുമ്മാ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിത് ട്രിമ്മർ ഇട്ട് കഴിഞ്ഞു.